നമസ്കാരം. കേരള ടെക് അക്കാഡമിയുടെ ഷോർട്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഇലക്ട്രിക്കൽ പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവർത്തിച്ച് ചോദിച്ച ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. PMMC vs മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ്. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഏത് ചോദ്യവും ഉത്തരം നൽകാൻ സാധിക്കും. കൺസെപ്ഷ്യൽ ചോദ്യങ്ങളായാലും ന്യൂമറിക്കൽസ് ആയാലും എല്ലാത്തിനും നമുക്ക് തുടങ്ങാം. മെഷർമെന്റ്സിലെ ഈ രണ്ട് മീറ്ററുകളാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനം അറിഞ്ഞിരിക്കേണ്ടത്. ഇവ തമ്മിലുള്ള ഒരൊറ്റ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, പകുതി നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. PMMC, അതായത് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ, മെഷേഴ്സ് ഓൺലി DC. മൂവിംഗ് അയൺ, അതായത് MI, മെഷേഴ്സ് ബോത്ത് AC ആൻഡ് DC RMS വാല്യൂ. ഒന്നുകൂടി പറയാം, PMMC എപ്പോഴും DC ആവറേജ് വാല്യൂ മാത്രമേ അളക്കൂ. എന്നാൽ മൂവിംഗ് അയൺ മീറ്റർ AC ആയാലും DC ആയാലും അതിന്റെ RMS വാല്യൂ ആണ് കണക്കാക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഒരു ടേബിളിൽ നോക്കാം. ഇത് ഉറപ്പായും പഠിക്കണം. മെഷേഴ്സ്, നമ്മൾ പറഞ്ഞതുപോലെ PMMC അളക്കുന്നത് DC ആവറേജ് വാല്യൂ, MI അളക്കുന്നത് AC അല്ലെങ്കിൽ DCയുടെ RMS വാല്യൂ. സ്കെയിൽ, PMMCയുടെ സ്കെയിൽ ലീനിയർ ആയിരിക്കും, അതായത് ഡിവിഷനുകൾ ഒരേ അകലത്തിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ MIയുടെ സ്കെയിൽ നോൺ ലീനിയർ ആണ്. തുടക്കത്തിൽ അടുത്തടുത്ത്, പിന്നീട് അകന്നകന്ന് കാണാം. കാരണം അതിന്റെ ഡിഫ്ലക്ഷൻ കറന്റിന്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ്. ഡിഫ്ലക്ഷൻ ടോർക്ക്, ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. PMMCയിൽ ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു I ആവറേജ്. എന്നാൽ മൂവിംഗ് അയണിൽ ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് RMS കറന്റ്. ഈ ഫോർമുല വെച്ചാണ് നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ, PMMC വർക്ക് ചെയ്യുന്നത് DC മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. മൂവിംഗ് അയൺ വർക്ക് ചെയ്യുന്നത് ചേഞ്ച് ഇൻ ഇൻഡക്ടൻസ് എന്ന പ്രിൻസിപ്പിളിലാണ്. ഡാമ്പിംഗ്, PMMCയിൽ വളരെ എഫിഷ്യന്റ് ആയി ഈ എഡി കറന്റ് ഡാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. MIയിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ടേബിൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 1-2 മാർക്ക് ഉറപ്പിക്കാം. ഇനി PSC ഉറപ്പായും ചോദിക്കുന്ന ഒന്നാമത്തെ മോഡൽ ചോദ്യം നോക്കാം. A current given by the expression I of t, which is equal to 10 plus 5 into sin omega t. ഈ കറണ്ട് ഒരു PMMC മീറ്ററിലൂടെ ഒരു മൂവിംഗ് അയൺ മീറ്ററിലൂടെയും കടത്തിവിട്ടാൽ ഓരോ മീറ്ററിലും എത്ര കാണിക്കുമെന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഒരു കോമ്പോസിറ്റ് സിഗ്നൽ ആണ്. ഇതിലൊരു DC കമ്പോണന്റും ഒരു AC കമ്പോണന്റും ഉണ്ട്. DC കമ്പോണന്റ്, അതായത് IDC എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. AC കറന്റിന്റെ പീക്ക് വാല്യൂ, അതായത് IM എന്ന് പറയുന്നത് 5 ആംപിയറുമാണ്. ആദ്യം PMMC റീഡിംഗ് നോക്കാം. PMMC ആരെ മാത്രമേ മൈൻഡ് ചെയ്യുകയുള്ളൂ? DC കമ്പോണന്റിനെ മാത്രം. അതുകൊണ്ട് PMMCയിലെ റീഡിംഗ് എപ്പോഴും എന്തായിരിക്കും? IDC equal to 10 amps. വളരെ സിമ്പിൾ. ഇനി മൂവിംഗ് അയൺ റീഡിംഗ് എന്തായിരിക്കും? MI എപ്പോഴും ടോട്ടൽ RMS വാല്യൂ ആണ് അളക്കുന്നത്. അതിന്റെ ഫോർമുലയാണ് IRMS equal to root of IDC square plus IAC RMS square. അങ്ങനെ നമുക്ക് 10.6 ആംപിയർ എന്ന് കിട്ടും. ഇത് ഉറപ്പായും പഠിച്ചിരിക്കണം. ഇനി അടുത്ത മോഡൽ ചോദ്യം നോക്കാം. KWA AE 2025 പേപ്പറിൽ വന്ന ഒരു ചോദ്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. The deflection of an MI ammeter is 20 degree for a 2 amps DC current. What is the deflection of 2 into root 2 sin omega t ampere AC current എന്നാണ് നമ്മുടെ ചോദ്യം. ആദ്യം തന്നിരിക്കുന്നത് DC കറന്റ് ആണ്. ഇൻപുട്ട് എന്താണ്? 2 amps DC. ഇവിടെയാണ് പലർക്കും സംശയം വരുന്നത്. DCക്ക് RMS വാല്യൂ ഉണ്ടോ? അത് ആവറേജ് അല്ലേ എന്ന്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു പ്യുവർ DC സിഗ്നലിൽ അതിന്റെ ആവറേജ് വാല്യൂവും RMS വാല്യൂവും പീക്ക് വാല്യൂവും എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു 2 ആംപിയർ DC കറന്റിന്റെ ആവറേജ് വാല്യൂ 2 ആംപ്സ് ആണ്. RMS വാല്യൂ 2 ആംപ്സ് ആണ്. കാരണം RMSന്റെ ഫുൾ ഫോം റൂട്ട് മീൻ സ്ക്വയർ എന്നാണ്. 2ന്റെ സ്ക്വയർ 4, 4ന്റെ മീൻ 4, 4ന്റെ റൂട്ട് 2. സിമ്പിൾ. അപ്പോൾ കേസ് 1ൽ IRMS 1 is equal to 2 ആംപിയർ. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് θ is equal to 20 ഡിഗ്രി.
ഇനി രണ്ടാമത്തെ എ സി കറണ്ട് നോക്കാം. ഐ ഓഫ് ടി ഇസിക്വൽ ടു 2 ഇൻറ്റു √2 സൈൻ ഒമേഗ ടി. മൂവിംഗ് അയൺ മീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ആർ എം എസ് കറണ്ടിനെ മാത്രം ആശ്രയിച്ചായിരിക്കുന്നത് കൊണ്ട് ആർ എം എസ് കറണ്ട് തുല്യമാണെങ്കിൽ ഡിഫ്ലക്ഷനും തുല്യമായിരിക്കും. അതുകൊണ്ട് പുതിയ ഡിഫ്ലക്ഷനും 20 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി പി എസ് സിയുടെ ഒരു സ്ഥിരം ട്രാപ്പാണ് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ പി എം എം സി മീറ്ററിന്റെ കൂടെ ഒരു റെക്ടിഫയർ വെച്ചിരിക്കുന്നത് ഒരു പി എം സി മീറ്ററിന്റെ കൂടെ ഒരു റെക്ടിഫയർ വെച്ചിരിക്കുന്നു എന്ന് മാത്രം. പി എം എം സിക്ക് എ സി അളക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രപ്പണിയാണിത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? റെക്ടിഫയർ വരുന്ന എ സിയെ പൾസേറ്റിംഗ് ഡി സി ആക്കി മാറ്റുന്നു. നമ്മുടെ പി എം എം സി മീറ്റർ ഈ റെക്ടിഫൈഡ് സിഗ്നലിനെ ആവറേജ് വാല്യൂ ആക്കും. പക്ഷേ മീറ്ററിന്റെ സ്കെയിലിൽ കാണിക്കുന്നത് ആർ എം എസ് വാല്യൂ ആയിരിക്കും. ഇതെങ്ങനെ? മീറ്ററിന്റെ സ്കെയിലിലെ 1.1 എന്ന ഫോം ഫാക്ടർ കൊണ്ട് ഗുണിച്ച് കാലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ട്രപ്പ്. ഈ കാലിബ്രേഷൻ ഒരു പ്യുവർ സൈൻ വേവിന് വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വരുന്ന സിഗ്നൽ ഒരു സ്ക്വയർ വേവോ ട്രയാങ്കുലറോ ആണെങ്കിൽ ഈ മീറ്റർ കാണിക്കുന്ന റീഡിംഗ് തെറ്റായിരിക്കും. ഇതാണ് എററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം. അപ്പോൾ പി എം എം സി മൂവിംഗ് അയൺ എന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചു കഴിഞ്ഞു. കോർ ഡിഫറൻസ്, കമ്പാരിസൺ ടേബിൾ, 2 തരം ന്യൂമറിക്കൽസ്, പിന്നെ റെക്ടിഫയറിലെ ട്രാപ്പ്, ഇത്രയും പഠിച്ചാൽ ഈ ഭാഗം സെറ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റുകളും ചെയ്യാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പവർ സിസ്റ്റത്തിലെ ഒരു ഉറപ്പുള്ള ചോദ്യമായി, അതായത് ഇൻസുലേറ്റർ സ്ട്രിംഗ് എഫിഷ്യൻസിയെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. ഹാപ്പി ലേണിംഗ്.